ഉപ്പിട്ടിട്ടില്ലല്ലോ. ലച്ചു, ആ തക്കാളി ഇങ്ങെടുത്തേ. തക്കാളി ഇരിക്കണേ ഇന്നലെ മേടിച്ചതുണ്ടല്ലോ, ആ ഫ്രിഡ്ജിന്റെ അടിയത്തെ തട്ടില് നോക്ക്. ഇല്ല, ഇതിനകത്തില്ല. ആ നോക്കുന്നേ. പിന്നെ അമ്മയുടെ മോനുണ്ടല്ലോ കേശു, അത് ഉപ്പ് നോക്കി അടിച്ചു കാണും. ഓ, എന്നപ്പ ഇല്ലാത്ത പോലെ നോക്കഞ്ഞി. എന്തുപ്പാടത്? ഞാൻ കുറച്ചുപ്പല്ലേ ഇട്ടുള്ളത്. ഉപ്പ് കൂടി പോയാ? ഞാൻ പക്ഷെ കറക്റ്റായിട്ടാണ് ഇട്ടത്. നീ ഇട്ട ഉപ്പ്? അമ്മയല്ലേ പറഞ്ഞ ഉപ്പിട്ടിട്ടില്ലെന്ന്. ഞാനല്ലേ പറഞ്ഞ ഉപ്പിട്ടിട്ടില്ലാന്ന് അല്ലേ? അപ്പൊ ഞാനിടുമല്ലോ ഉപ്പ്. പിന്നെ നീ എന്തിനാ ഇട്ട ഉപ്പ് ഇപ്പൊ? അല്ല, അമ്മ പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തിട്ടത് ഉപ്പ്. ഞാൻ പറഞ്ഞ ഞാൻ തന്നെ ഇടൂല്ലോ ലച്ചു. നീ ഇപ്പൊ അച്ഛനോട് എന്ത് പറയും? അതിപ്പോ മിണ്ടണ്ട, മൈൻഡ് ചെയ്യാതിരുന്നാ മതി. അത് കറി കൊടുത്തിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, കഴിച്ചിട്ട് പൊക്കോളൂ. ഒരെണ്ണുണ്ട്. ഈ കറിക്ക് എരിവ് ഒന്ന് നോക്കിയാൽ എരിവ് കൂടുതലാണോ എന്നൊരു ഡൗട്ട്. സ്വാദ് നോക്കാൻ നമ്മൾ തന്നെ വേണം. എനിക്ക് ഉപ്പുണ്ട്, എരിവുണ്ട്. എരിവ് കൂടുതലാണോ വെച്ചാ? എരിവേ എരിവ് കൂടുതലാണ്, പക്ഷെ ഉപ്പ് ഒട്ടുമില്ല. ആരുടെ ഉപ്പിട്ടത്? അതെ ശരിക്കണാ? ആരുടെ ഉപ്പിട്ടത്? അമ്മയോട്ട് ഞാനും ഇട്ട്. ബാക്കി കുറേണ്ടല്ലേ എല്ലാവരും ഓരോ പിടി വരി ഇടാൻ പറയുന്നത്. അതല്ല, ഇതിപ്പോ നമ്മളിപ്പോ കറിക്കിച്ചിട്ട് ഉപ്പ് കൂടിയാലും ചോറിന് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പിടാത്തത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാമല്ലോ. നമ്മളിനി സഹായിച്ചില്ലെന്ന് വേണ്ട, എല്ലാവരും ഒരുമിച്ചിരിക്കണം. അല്ല പിന്നെ കാണിക്കുന്നത് എന്ത് പണിയാണ് ബാലു കാണിച്ചത്? ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നല്ലോ. പിന്നെ അത് ഇങ്ങനെ ആക്കുമ്പോ ജസ്റ്റ് ഉപ്പ് കയറി വരും പണിയുള്ളത്. അല്ലെങ്കിൽ നീ തള്ള മോളും കൂടെ കറി ഉണ്ടാക്കണം, ഒന്നും ശരിയല്ല. ഒന്നും വെച്ചിട്ട് തോന്നില്ല. ഉള്ള കാര്യം തുറന്നു പറയല്ല, പറഞ്ഞോണ്ട് തോന്നരുത്. ആഹാ, കഴിഞ്ഞ ദിവസം ഒരു മീൻകറി ചട്ടിയോടെ തന്നെ അടിച്ച് കയറ്റിയായിരുന്നല്ലോ മൊത്തത്തോടെ. അന്ന് എന്റെ അടുത്ത് വലിയ കാര്യത്തോട് പറഞ്ഞല്ലോ അവിടുത്തെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആണെന്നൊക്കെ. അയ്യോ, 10 ജമ്മൻ ചരിക്കണം എന്റെ അമ്മ ഉണ്ടാക്കുന്ന കറി ഉണ്ടാക്കാൻ. അറിയാ ഇടയ്ക്ക് എന്താ മീൻകറി ശരിയാ, ഇനിയിപ്പോ ശരിയാണ്. അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ അടുത്ത മീൻകറി ശരിയാവണത്. അല്ല പിന്നെ ബാലു ഒന്ന് പോകാമോ? ഞങ്ങൾ വേറെ കറി ഉണ്ടാക്കിക്കോളാം. ഒന്ന് പോയാ ഇവിടെ നിന്ന്. വേറെ കറി ഉണ്ടാക്കാം, അതിന് മുടിഞ്ഞ അരിയായിരിക്കും. വല്ല ഹോട്ടലിൽ പോയെല്ലാം കഴിക്കണം, അല്ലാതെ പറ്റൂല, ശരിയാവൂല. എന്തിന് ഹോട്ടലിൽ പോയെല്ലാം കഴിക്കാൻ? ഓ, തള്ളേ പറയാൻ ഇഷ്ടപ്പെട്ടില്ലല്ലേ? വലിയ ജോലിക്കാരന്റെ പവർ നിന്റെ അടുത്ത് കാണിക്കില്ല കേട്ടാ. അച്ഛനെന്തിനാ ചെറിയ കാര്യത്തിന് കിടന്ന് ഒച്ച വെക്കണത്? എടാ വയസ്സായി വരുമല്ലേ, അതുകൊണ്ടാണ്. അച്ഛന് പ്രായമായി, മുടിയൊക്കെ നരച്ച്. അവിടെ നെയ്യാറ്റിങ്ങനെ അമ്മ എപ്പോഴും പറയാറുണ്ട്, അവിടത്തെ അച്ഛൻ ഭയങ്കര സംസാരമാണ് ഇപ്പൊ എന്ന്. അതുപോലെ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങളച്ഛനും. തള്ളേ മോളും കൂടെ കറിയിൽ ഉപ്പ് വാരിയിട്ടിട്ട് എന്റെ തന്തയ്ക്ക് പറയുന്നു. അച്ഛന് വാരിയിട്ടില്ലേ? കൊള്ളാം. അച്ഛനും ഇട്ടില്ലേ? വാരിയിട്ടതാ? ഉപ്പ് എവിടെ വാരിയിട്ട്? അച്ഛന് വാരിയിട്ട് ഉപ്പ്. നമ്മൾ രണ്ടും കൂടാതെ ഇപ്പൊ അച്ഛൻ വന്നിട്ട് അച്ഛന്റെ പേർക്ക് അച്ഛനും കൂടെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. എന്തോ നമ്മത് ഞാൻ ദേഷ്യം വന്നപ്പോ വാരിയിട്ടേ. അച്ഛന് ഭ്രാന്താണ് അച്ഛൻ ദേഷ്യം. ഞാൻ ഒരു കാര്യം പറയാല്, രണ്ടും ഇപ്പം വയ്ക്കുന്ന കറി കേൾക്കും, ഒന്നിനും ഒരു സ്വാദുമില്ല. അത് അച്ഛൻ പറഞ്ഞ കറക്റ്റാ. ഈ ലച്ചു ഇടയ്ക്ക് ഉപ്മാവ് ഉണ്ടാക്കുമ്പോ അതിനകത്ത് നല്ല ഉപ്പാട്ടാ. പിന്നെ അതുപോലെ തന്നെ ചായ വരുമ്പോഴും ഉടുക്കത്തെ പഞ്ചസാര. അയ്യോ, പഞ്ചസാര ഒന്നും പറയണ്ട. പഞ്ചസാര പാവ് കാച്ചി വെച്ചോണ്ടിരിക്കും. ആ ചെറുക്കൻ അന്യ രാജ്യത്ത് കിടക്കണം നന്നായി. ഇവിടെ വന്നെങ്കിൽ അവൻ പഞ്ചാര കുടിച്ചാൽ വല്ല ഷുഗർ പേഷ്യൻ്റ് ഒന്ന് പറഞ്ഞാൽ കുടി. അമ്മ ഇവൾക്കൊന്നും ശ്രദ്ധിച്ചല്ലോ, പഠിപ്പിച്ചു വിടാൻ പാടില്ലേ? അയ്യോ, അമ്മയ്ക്ക് സമയമില്ല. അമ്മ മാങ്ങേരിയല്ലേ, മാങ്ങേരി. ദേ, പച്ചക്കറി എല്ലാം ഇരിപ്പുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഷെൽഫിലുണ്ട്. രണ്ടുപേരും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ. ലച്ചു, മോളെ അങ്ങോട്ട് പോയിക്കോ. അമ്മ ആയടാ 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 എന്താ ഓവർ കാണിച്ചാൽ ഇത്ര പ്രശ്നമായത്? ഞാൻ ഓവർ അല്ല, ഉപ്പ് വാരിയിട്ട് അച്ഛനും ഓവറല്ല അല്ലേ? കൊല്ലോ മനുഷ്യനെ. നീ കൊല്ലോടി, നിനക്ക് കണ്ണില്ലേ? എവിടെ നോക്കി നടക്കണത്? കണ്ടോണ്ടൂടെ? നീ മൊബൈലിൽ നോക്കി നടന്നത്? ഞാൻ മൊബൈലിൽ നോക്കി നടന്ന ചേട്ടൻ എന്നെ കണ്ടില്ല. അപ്പൊ എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല കേട്ടാ. എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അത് പോടി കിടന്ന്. ഇന്ന് ഏരിയ മാനേജർ എന്റെ ബാങ്കിൽ വരും. 9 മണിക്കുള്ളിൽ എനിക്ക് അവിടെ എത്തണം. കൂടി ഇടിച്ചു കയറാൻ എന്താന്ന് കാലിനടി കൂടെ ഓടാൻ നോക്കണ? അതുകൊണ്ട് അച്ഛൻ എന്തോന്ന് വെച്ചാ ചൈന വൻമതിൽ കളിക്കണ? നീ ബ്ലോക്ക് ചെയ്തത്?
സമയമില്ലാത്ത സമയം എന്താന്ന് അവന്? ഞാൻ തുടിച്ചിരിക്കണം. ആ ബാങ്കിലെ ഏതോ രാജാവ് എഴുന്നള്ളുന്നുണ്ട്. അപ്പൊ പ്രധാനമന്ത്രിക്ക് നേരത്തെ എത്തണമല്ലോ, അതിന്റെ ഓട്ടോ. ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി അട്ടഹാസമൊക്കെ എന്ത് പറ്റി ഇവിടെ? നിന്റെ മോൻ തന്നെ കിടന്ന് അട്ടാസം കാണിക്കണത്. ആര്? വിഷ്ണുവാ? ഞാന് ആ, അവന് കൊടുക്കണം. അവൻ സോക്സ് അന്വേഷിച്ച് അടുക്കള വന്നേക്കുന്നത്. അവന്റെ സോക്സ് കഴുകി ഉണക്കി മടക്കി അലകമാലി വെച്ചിരുന്ന അതുകൊണ്ട് പറ കാണില്ലാന്ന്. ഇവനൊന്നും ജോലിക്കല്ലേ പോണത്, ഒരു കൃത്യനിഷ്ഠയില്ലല്ലേ. അത് പണ്ടേ ഇല്ലല്ലോ. അയ്യോ ഇതാരെയാ പറയണത്? പണ്ട് കോളേജിലൊക്കെ പോവാ സമയത്ത് രാവിലെ 8:30 എണീക്കണ ആളായി പറയണേ. അതും മാത്രോ, കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എത്രയോ പ്രാവശ്യം മുഷിന ഡ്രസ്സ് പിന്നെയും 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 ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതും മാത്രോ, എത്ര ദിവസം കുളിക്കാണ്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാളെ പിച്ചി കീറാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് കീറിക്കോളണം കേട്ടോ. ഞാൻ പോണ അടുക്കള. അവിടെ നിക്ക് പോവല്ലേ. മോളുടെ പഴയ കഥകളൊക്കെ കേൾക്കുമ്പോഴേ ഒരു സുഖം, പിന്നെയും പിന്നെ കേൾക്കാൻ ഒരു കൊതി. നിങ്ങൾക്ക് എത്ര സുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിന് സുഖം ഉണ്ടല്ലോ. ഞാൻ പോട്ടെ കേട്ടോ വീട്ടിൽ. അവിടെ നീ പക്ഷെ എന്റെ മക്കള് കുളിക്കാൻ നിനക്കില്ലെങ്കിലും അവള് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കും. അതാണ് അച്ഛന് ഇഷ്ടം. ഞാൻ അച്ഛനെ കൂടെ പറയണ്ടത് അതുമായില്ല. മാറി പിള്ളേരോടൊന്നും പോകണം. ഞാൻ പോട്ടെ. ഞാൻ അങ്ങനെ വിട്ടാ പോരാ. കല്യാണം കഴിഞ്ഞ ശേഷം ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. എന്റെ അച്ഛൻ ദൈവത്തെ ഓർത്ത് ചേച്ചിയുടെ മുമ്പ് പോയിട്ട് ഇങ്ങനെ പറയല്ല. ചേച്ചി കുട്ടും ഇഷ്ടം ഇങ്ങനെ പറയുന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറയണേ. അമ്മ പോണില്ലേ? ഇനിയിപ്പോ ചെല്ലി നീ പോടി. നമുക്കും പോ. നീ പോകണ്ട. വല്ലപ്പോഴും കിട്ടുന്ന 10-100 രൂപയാണ്, വെറുതെ കളയണോ? നീ ചെല്ല് പോയി കുറ്റം പറ. ചെല്ലി പോ. എന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ, വാ അപ്പൊ കണ്ടുപിടിക്കാം. എന്റെ മക്കളെ ജോലിയൊക്കെ ചെയ്യാൻ പഠിച്ചാ? ഇങ്ങനെയാണെ കുറെ പഠിക്കും. എന്തോന്ന് മിണ്ടാത്തത്? ഞാൻ മിണ്ടിയിട്ട് വേണം എല്ലാരും കൂടെ എന്നെ മെക്കിട്ട് കയറാൻ. അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടവിനോദമാണല്ലോ എന്നെ കളിയാക്കല്. അതൊക്കെ അവിടത്തെ അച്ഛനും അമ്മയും. എന്നെ എന്ത് കാര്യമാണെന്ന് അറിയോ? എനിക്ക് ഡൗട്ട് ഉണ്ട് അവർക്ക് എന്റെ അടുത്ത് ചെറിയൊരു ബഹുമാനം ഉണ്ടോന്ന്. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിന്നെ മിക്കവാറും ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. അച്ഛൻ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. ഈ വീട്ടില് അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കണേ. എനിക്ക് എന്റെ മോളെ കളിയാക്കാം. ഞാൻ അല്ലാതെ വേറെ ആരെയും കളിയാക്കണ്ടല്ലോ. സ്വഭാവം മാറും. അറിയാല അത് നിന്റെ അമ്മായി എവിടെ എന്തോന്ന് എവിടെ പോയെന്ന് പറഞ്ഞത്? എൻഗേജ്മെന്റ് പോകാത്തോണ്ട് നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? അപ്പൊ അച്ഛൻ വണ്ടി പിടിച്ചാണ് പോയി ചോദിച്ചത്. ആ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് മീൻ തലക്കറി കഴിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു ഇല്ലേ? ഓള് പറയരുത് കേട്ടോ. തൃപ്തിയായല്ലോ? എനിക്കിത് വേണം. അമ്മ ഈ സോസാണ് അലക്കിയത്? ആ, അപ്പൊ മറ്റേ നീല സോസ് ഉണ്ടോ? അതല്ലേ നല്ലത് ഇതിനെക്കാട്ടി? അതിപ്പോ കാണുന്നില്ലല്ലോ. ഇതിട്ടുണ്ടെങ്കിൽ പോ. ബ്ലാക്ക് ഷൂ ഇല്ല? ബ്ലാക്ക് ഷൂ ഇന്ന് മസ്റ്റായിട്ട് ഇട്ട് പറ്റും. ഒന്നും ഒപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഷൂ വേണ്ട. നീലേ, ഒരു ദിവസം നീ അവന്റെ ബ്ലാക്ക് ഷൂ നീ ഓഫീസിൽ ഇട്ടോണ്ട് പോയില്ലേ? അത് തിരിച്ചു കൊണ്ടുവന്നില്ലേ? അയ്യോ, അച്ഛന് ഭയങ്കര തമാശയല്ലേ. ഞാൻ ഇവിടെ തീയത്തി നിൽക്കുകയാണ്. ആ ഏരിയ മാനേജർ ഭയങ്കര പ്രശ്നക്കാരനമ്മ. എനിക്ക് പെട്ടെന്ന് പോണം. എടാ, ഉള്ള സോക്സ് ഇട്ടിട്ട് പോടാ. ഇപ്പൊ 8 മണിയായി. എനിക്ക് 9 മണിക്കുള്ളിൽ എത്തണം. എന്ത് കഷ്ടമാണ് നീ. അവനെ കാര്യം ബാങ്ക് എടുത്തത്. കത്തി പിന്നെ മേത്തോണ്ടായാലോ? കത്തിയല്ല, പഴമല്ല കൊണ്ടത്. പെണ്ണിപ്പോ 2000 മുറിഞ്ഞ് തറ വീഴുന്നാണ്. ഇത് മുറിയൂല, മൊത്തം അല്ലല്ലേ. കഴിഞ്ഞോ? എല്ലൊക്കെ കഴിക്കു വെച്ചേ. എന്നാ എന്താടാ വാസി, 8:30 എത്തണോ? നീ പോ. എനിക്ക് 9:00 ഇറങ്ങാൻ പറ്റൂ. എന്നൊന്ന് കീരവത്താ തന്നടാ. ഞാൻ ഇവിടെ കീരവത്തോടെ തന്നെ. നീ ചൈനത്തോടാൻ പോവില്ലേ? അയ്യാ, നീ പോയിട്ട് വാ. നീ പോ, വച്ചിട്ട് വാടാ. വാസി എവിടെ പോണെന്ന്? ജംഗ്ഷനില് ഒരു ഓട്ടോക്കാരൻ്റെ അച്ഛൻ്റെ ആണ്ടാണെന്ന്. അവിടെ പോയി ഇഡ്ഡലി സാമ്പാർ അടിക്കാൻ വേണ്ടി പോവേണ്. ഞാൻ കൂടെ ചെല്ലേ. ഭാഷകൾ ഇത്ര ആത്മാർത്ഥതയുണ്ടോ? ആത്മാർത്ഥനടാ, ആക്രാന്തം. തിന്നാനുള്ള ആക്രാന്തം. കല്യാണം അടിയന്തരം നൂലിട്ടൊക്കെ ചെല്ലും. വിളിക്കാതെ ചെല്ലും. ചെന്നിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുള്ളൂ. പിന്നെ വൈകുന്നേരത്തെ ആഹാരം ഇവിടെ ലാഭിക്കാൻ. പാവ പാവാന്ന് ചില സമയത്ത് സോങ്ങണ്ടോ ചവിട്ടി അരയ്ക്കാൻ തോന്നുവാനെ.